ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 100% യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കം മുതലേ പറയാം, ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും കേൾക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് അടുത്ത പീരിയഡ്സ് ഡേ വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. ഓരോ സ്റ്റേജും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓവുലേഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴാണോ പീരിയഡ്സ് തുടങ്ങുന്നത് ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ ഡേ 1 എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡേ 1 നമുക്ക് ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസത്തിനെ വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്. സ്പോട്ടിങ് തുടങ്ങുന്ന ദിവസത്തിനെ നിങ്ങൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യരുത്. സെക്കൻഡ് ഡേയിൽ നമുക്ക് ഫ്ലോ കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. ഫസ്റ്റ് ഡേയിൽ നമുക്ക് ജസ്റ്റ് സ്പോട്ടിങ്ങും മൈൽഡായിട്ടുള്ളൊരു ബ്ലീഡിങ് മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഡേ മുതലായിരിക്കും നമുക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ഡേയുടെ സമയത്ത് നിങ്ങൾ ഇഞ്ചി ഇട്ട വെള്ളമോ അല്ലെങ്കിൽ പപ്പായയോ അല്ലെങ്കിൽ പൈനാപ്പിളോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി ചതച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതുപോലെ പപ്പായ കഴിക്കുന്നതും അതുപോലെ പൈനാപ്പിൾ കഴിക്കുന്നതും നമ്മുടെ യൂട്രസിൽ ഉണ്ടാകുന്ന ആ പീരിയഡ്സിൻ്റെ ആ സമയത്തുണ്ടായിട്ടുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ യൂട്രസ് ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ യൂട്രസിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ്ങും അതുപോലെ ബ്ലീഡിങ്ങും ഒക്കെ മിഡ് സൈക്കിൾ ബ്ലീഡിങ് പോലെ നമുക്ക് ഉണ്ടാകാനായിട്ട് കാരണമാവുന്നത്. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ടും വയറ് കഴുകുക എന്ന് പറയില്ലേ, നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു പ്രവർത്തനം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന ആ ഒരു സെക്കൻഡ് ഡേ ഇഞ്ചി തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാനോ അതല്ലെങ്കിൽ പപ്പായ കഴിക്കാനോ പൈനാപ്പിൾ കഴിക്കാനായിട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പീരിയഡ്സിൻ്റെ തേർഡ് ഡേ മുതലാണ് നമ്മുടെ ഓവുലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലേ. ഒരു കൂട്ടം ഫോളിക്കിൾസ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് ആ ഒരു പീരിയഡ്സിൻ്റെ തേർഡ് ഡേ മുതലാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ തേർഡ് ഡേ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവുലേഷനെയാണ്. അപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ തേർഡ് ഡേ മുതൽ എന്തെല്ലാം ശ്രദ്ധിക്കാമെന്ന് നോക്കാം. പീരിയഡ്സിൻ്റെ ആ ഒരു തേർഡ് ഡേ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ മുതലൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മളിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് മാറ്റുന്നതിന് ഇത് സഹായിക്കുന്നു. സാധാരണയായിട്ട് സീഡ് സൈക്ലിങ്ങിന് ഉപയോഗിക്കുന്ന സീഡുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഈ ഒരു സമയത്ത് ഓവറീസിലോട്ട് ഇൻക്രീസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തും എഗ്ഗിൻ്റെ പ്രൊഡക്ഷനും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സമയത്ത് നമ്മുടെ ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടും എഗ്ഗിന് ക്വാളിറ്റി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവോക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്, ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്, നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എഗ്ഗിന് എങ്ങനെയാണ് അഡീഷണൽ ക്വാളിറ്റി കൊടുക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് നിങ്ങൾ ക്വാളിറ്റി കൊടുക്കുക. ഭക്ഷണങ്ങളിൽ ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലോസ് വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അല്ല കേട്ടോ, നാലാമത്തെ പോയിൻ്റാണ് കേട്ടോ, സോറി. ഇതിൽ ക്ലോസ് വാട്ടർ കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് ഡേ മുതൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഇനി ഓവുലേഷൻ സമയം. ഓവുലേഷനുള്ള ആ ഒരു എക്സാക്റ്റ് ദിവസം നമുക്ക് അടുക്കുന്നതിന് മുൻപായിട്ട് ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും ഇതുണ്ടാകുന്നത്. വേറൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെണ്ടയ്ക്ക അരിയില്ലേ, ആ വെണ്ടയ്ക്ക നമ്മൾ അരിയുന്ന ഒരു സമയത്ത് ആ വെണ്ടയ്ക്കയിലൊരു വഴുവഴുപ്പ് ഉണ്ടാകും. ഇത്തരത്തിലുള്ളൊരു വഴുവഴുപ്പായിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്.
ഈ ഒരു ടെക്സ്ചർ നമുക്ക് ഓവുലേഷൻ തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുമ്പൊക്കെ ഒന്ന് സ്റ്റാർട്ടായിട്ട് ഓവുലേഷൻ നടക്കുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം അതൊരു പീക്കിലോട്ടോ ഒരു ഉയരത്തിലോട്ടോ അതങ്ങ് എത്തുക ആ ദിവസം നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ദിവസം നിങ്ങൾ എത്തി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാളും ഒരു 3 ദിവസം മുമ്പും ഒരു 2 ദിവസം ശേഷവും നിങ്ങൾ മസ്റ്റായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്കൊരു ഓവുലേഷൻ ദിവസം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ദിവസവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ള 3 ദിവസവും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹസ്ബൻഡിൻ്റെ സ്പേം എത്തുകയും അതുവഴി നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓവുലേഷൻ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് തുടങ്ങണമെന്നും അത് കഴിഞ്ഞിട്ടും 1-2 ദിവസം കൂടി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓവുലേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റർകോഴ്സ് നിങ്ങൾ ചെയ്യരുത്. ഇൻ്റർകോഴ്സ് ചെയ്യരുത് എന്ന് പറയാനായിട്ടുള്ള കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലോട്ട് പ്രഷർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ചിലവർക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറില്ല. ഇത് ഇങ്ങനെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് വേണ്ട. ഇനി ജസ്റ്റ് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അവർ ആ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അവർ ചിലപ്പോൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അത് ശ്രദ്ധിക്കണമെന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 2 വീലറിലുള്ള യാത്ര നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓട്ടോയിലുള്ള യാത്ര നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. ബസ്സിലുള്ള സമയത്ത് നമ്മൾ നടുക്കുള്ള സീറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലോങ് ട്രാവൽ കഴിവതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും പറ്റുന്നില്ല എങ്കിൽ മാത്രം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, അപ്പോൾ ഓവുലേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഓവുലേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ട. അതായത് നമ്മുടെ ബോഡിക്ക് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്ന, ബോഡി ഒരുപാട് വിയർക്കുന്ന തരത്തിലുള്ള എക്സസൈസുകളൊന്നും നമ്മൾ ചെയ്യേണ്ട. ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ഓരോരുത്തർ എക്സസൈസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള എക്സസൈസുകളൊന്നും നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ബോഡിയെ കൂടുതലൊന്ന് ടയേർഡ് ആക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഓരോ ആക്ടിവിറ്റീസും അതൊന്നും മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ നമുക്ക് ഫെയിൽ ആകാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ആ ഒരു സമയത്ത് ചെയ്യരുത് എന്ന് പറയുന്നത്. അതിന് മറിച്ച് നേരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്രസിലോട്ട്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. നേരത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നമ്മൾ കോബ്ര പോസ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ വാക്കിംഗ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ 8 വാക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് റഷായിട്ടുള്ള രീതിക്കല്ലാതെ മൈൽഡായിട്ട് നമ്മൾ നടന്ന് ആ ഒരു വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ ഫസ്റ്റ് ആ പീരിയഡ്സിൻ്റെ ഡേ മുതൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളത് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.